പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൻ്റെ അവസാന പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഇൻഫെർട്ടിലിറ്റി എന്നീ ടോപ്പിക്കുകളാണ്. എല്ലാ വിദ്യാർത്ഥിനികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ MTP എന്താണെന്ന് പഠിക്കാം. MTPയുടെ ഫുൾ ഫോം സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ എക്സ്പാൻഷൻ, അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നത് പഠിച്ചു വയ്ക്കുക. ഇനി എന്താണ് MTP എന്ന് പരിശോധിക്കാം. ഇറ്റ് ഈസ് ദ ഇൻറ്റൻഷണൽ ഓർ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ദ ഫുൾ ടേം. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അതായത് മനഃപൂർവം സ്വപ്രേരണയാൽ പൂർണ്ണ കാലയളവിന് മുൻപ് അഥവാ 9 മാസത്തിന് ഉള്ളിൽ തന്നെ ഗർഭം അലസിപ്പിക്കുന്ന പ്രക്രിയയാണ്. ഇത് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ വച്ച് പൂർണ്ണ പരിശീലനം സിദ്ധിച്ച ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ഇതിനെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നു. സാധാരണഗതിയിൽ അറിയാതെ അല്ലെങ്കിൽ അൺഇൻറ്റൻഷണലി അബോർഷൻ സംഭവിക്കാം. ഇതിനെ നോർമൽ അല്ലെങ്കിൽ നാച്ചുറൽ അബോർഷൻ എന്ന് പറയുന്നു. എന്നാൽ MTP അങ്ങനെയല്ല. അതുകൊണ്ട് MTP എന്നത് ഇൻറ്റൻഷണലി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു അബോർഷൻ പ്രക്രിയയാണ്. അതുകൊണ്ട് ഇതിനെ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയുന്നു. ദ ഇമ്പോർട്ടൻസ് ഓഫ് MTP. ഇനി MTPയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചില സ്ട്രിക്റ്റ് കണ്ടീഷൻസോട് കൂടി MTPയെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം പല ഘട്ടങ്ങളിലും MTP അനിവാര്യമായി വരുന്നു. MTPയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും ഇതേതൊക്കെ ഘട്ടങ്ങളിൽ അനിവാര്യമായി വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. 1. MTP has a significant role in decreasing the population. ജനസംഖ്യാ നിയന്ത്രണം എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിലും MTP ജനസംഖ്യാ വർധനവിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. 2. To get rid of unwanted pregnancies due to casual unprotected intercourse, failure of the contraceptives, rapes. അനാവശ്യമായ അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ഗർഭധാരണം പ്രധാനമായും സംഭവിക്കുന്നത് 3 കാരണങ്ങളാലാണ്. കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാതെ സാധാരണ സംഭവിക്കുന്ന ആകസ്മികമായ ലൈംഗിക ബന്ധത്തിലൂടെ സംഭവിക്കുന്ന ഗർഭധാരണങ്ങൾ. ഇനി ഉപയോഗിച്ച കോൺട്രസെപ്റ്റീവ്സ് പ്രതീക്ഷിക്കാതെ പരാജയപ്പെട്ടാൽ അങ്ങനെയും ഗർഭധാരണം സംഭവിക്കാം. റേപ്പ് നടന്നത് മുഖേനയും അനാവശ്യ ഗർഭധാരണങ്ങൾ സംഭവിക്കാറുണ്ട്. MTP ഈസ് ഡൺ യൂഷ്വലി ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. അത് ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്. MTP ചെയ്യുന്നത് ഗർഭധാരണത്തിൻ്റെ ആദ്യ 3 മാസങ്ങളിൽ ആണ്. ഇൻ ദോസ് കേസസ് വെയർ ദ continuation of pregnancy is harmful or fatal either to the mother or the fetus or both. അതായത് ഒരു അനാവശ്യ ഗർഭധാരണം ഉണ്ടായാൽ തുടർന്ന് ആ ഭ്രൂണ വളർച്ച 3 മാസത്തിൽ കൂടുതൽ മുന്നോട്ട് പോയാൽ അത് അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും അല്ലെങ്കിൽ 2 പേർക്കും അപകടകരമാവുകയോ മരണത്തിലേക്ക് നയിക്കാനോ ഉള്ള സാഹചര്യമുണ്ടായാൽ
MTP അനിവാര്യമായി വരുന്നു. എന്നാൽ ഇത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ നടത്തിയിരിക്കണം. ആ ടേബിൾ ശ്രദ്ധിക്കുക. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ അപ് ടു 12 weeks of pregnancy, MTP is relatively safe. Second trimester, that is 4 to 6 months, it is riskier. Third trimester, that is 7 to 9 months, is high risk or lethal. ആദ്യ ട്രൈമസ്റ്ററിൽ, അതായത് ഗർഭധാരണം നടന്ന് 3 മാസം അല്ലെങ്കിൽ 12 ആഴ്ച സുരക്ഷിതമായി MTP നടത്താവുന്നതാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് ഗർഭധാരണം നടന്ന 4 മുതൽ 6 മാസം വരെ MTP നടത്തുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്തതാണ്. തേർഡ് ട്രൈമസ്റ്റർ, അതായത് ഗർഭധാരണം നടന്ന് 7 മുതൽ 9 മാസം വരെ MTP നടത്തുന്നത് തികച്ചും അപകടകരമാണ്. മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം സെക്കൻഡ്, തേർഡ് ട്രൈമസ്റ്ററിൽ ഭ്രൂണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്ന ഘട്ടങ്ങളാണ്. അതിനാൽ തന്നെ പ്ലാസൻ്റയിൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ ഉയർന്ന തോതിലായിരിക്കും. ഈ സമയത്ത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ അഥവാ MTP നടത്തിയാൽ ഹെവി ബ്ലഡ് ലോസിനും അമ്മയുടെ മരണത്തിനും ഇടയാക്കും. ഇനി എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ MTP അഥവാ ഇൻഡ്യൂസ്ഡ് അബോർഷനെ നിയമാനുസൃതമാക്കി എന്ന് പരിശോധിക്കാം. There are emotional, ethical, religious and social issues involved in this. ഇതിൽ ഇമോഷണൽ, എത്തിക്കൽ, റിലീജിയസ് കൂടാതെ സോഷ്യൽ പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലീഗലൈസ്ഡ് MTP in 1971 with some strict conditions to avoid its misuse. അതായത് ഇന്ത്യ ഗവൺമെൻറ് ഇതിൻ്റെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ചില കർശന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ 1971 ലീഗലൈസ് ചെയ്തു, അതായത് നിയമാനുസൃതമാക്കി. Such restrictions are needed to check illegal female feticides which are reported to be high in India. ഇങ്ങനെ MTPയെ നിയമാനുസൃതമാക്കിയതിലൂടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഭ്രൂണഹത്യകൾ പരിശോധിക്കാനും അത് നിയമപരമായി തടയാനും സാധിക്കുന്നു. Some dangerous trends and the misuse of MTP. MTPയുടെ അപകട പ്രവണതകളെക്കുറിച്ചും ദുരുപയോഗത്തിനെക്കുറിച്ചും ഇനി നമുക്ക് പഠിക്കാം. MTPs are performed illegally by unqualified quacks or fake medical practitioners which are extremely dangerous. It may lead to death. പല വ്യാജ ഡോക്ടർമാരും നിയമവിരുദ്ധമായി MTP നടത്തുന്നു. ഈ പ്രവണത സമൂഹത്തിന് ആപൽക്കരമാണ്. Another dangerous trend is the misuse of amniocentesis, which is a technique used to determine the sex of the fetus. If the fetus is found to be female, it is killed through induced abortion or MTP. This is totally against the law because it is truly a female feticide. മറ്റൊരു പ്രവണത ആംനിയോസെൻറ്റസിസിലൂടെ ഭ്രൂണം പെൺഭ്രൂണമാണെന്നറിഞ്ഞാൽ അതിനെ ഇൻഡ്യൂസ്ഡ് അബോർഷൻ നടത്തി നശിപ്പിക്കുന്നു. ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. MTPs should be avoided because these are dangerous to both young mother and the fetus. MTP മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക, കാരണം ഇത് അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും അപകടകരമാണ്. To avoid MTP due to unwanted pregnancies, we can provide effective counseling, awareness about risk factors involved in MTP, providing more healthcare ഫെസിലിറ്റീസ്. ഇനി MTP ഒഴിവാക്കാനായി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് പരിശോധിക്കാം. കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കാതെയുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം. ഇത് ജനങ്ങളെ ഒരു പരിധിവരെ പ്രബുദ്ധരാക്കും. MTPയുടെ അപകട സാധ്യതയെക്കുറിച്ച് ബോധവൽക്കരണം നൽകാം. ഹെൽത്ത് കെയർ
സൗകര്യങ്ങളുടെ നടപ്പിലാക്കൽ ഒരു പരിധിവരെ സഹായിക്കും. എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ STDs. MTP പോലെ തന്നെ എക്സാമിനേഷന് STDസിൻ്റെ ഫുൾ ഫോം സാധാരണ ചോദിക്കാറുണ്ട്. പഠിച്ചു വയ്ക്കുക. ഇനി എന്താണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് അഥവാ STDs എന്ന് പഠിക്കാം. ദീസ് ആർ ഡിസീസസ് ഓർ ഇൻഫെക്ഷൻസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷുവൽ ഇൻ്റർകോഴ്സ്. These diseases are collectively called sexually transmitted diseases or venereal diseases or reproductive tract infections. STDs പോലെ തന്നെ മറ്റു ചില എക്സ്പാൻഷൻസും ഇവിടെ വരുന്നു. VD അഥവാ വെനേറിയൽ ഡിസീസസ്, RTI അഥവാ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. ഈ എക്സ്പാൻഷൻസ് എല്ലാം മനസ്സിരുത്തി പഠിച്ചു വയ്ക്കുക. ലൈംഗിക ബന്ധത്തിലൂടെ അല്ലെങ്കിൽ സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്ന ഒരു കൂട്ടം രോഗങ്ങളാണ് STDs. അവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇവ ഈ പേരുകളിലും അറിയപ്പെടുന്നു. 1. ലൈംഗിക രോഗങ്ങൾ അഥവാ വെനേറിയൽ ഡിസീസസ് VD. പ്രത്യുൽപാദന നാളീ രോഗങ്ങൾ അഥവാ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് RTI. ചിത്രങ്ങൾ കാണുക. വിവിധ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവ കണ്ട് മനസ്സിലാക്കുക. ഇനി ആ ടേബിൾ ശ്രദ്ധിക്കുക. അവിടെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുടെ പേരുകളും അവ ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഓർഗാനിസങ്ങളും ഇവ ചികിത്സാ വിധേയമാണോ, ചികിത്സിച്ചാൽ ഭേദമാകുമോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കവിടെ അറിയാം. പ്രധാനപ്പെട്ട STDsകൾ നമുക്ക് പരിശോധിക്കാം. STDs പ്രധാനമായും ഉണ്ടാക്കുന്നത് ബാക്ടീരിയകളും വൈറസും പ്രോട്ടോസോവൻസുമാണ്. ഇതിൽ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് ഗൊണേറിയ, സിഫിലിസ് ആൻഡ് ക്ലാമിഡിയാസിസ്. ഇവ മൂന്നും നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സ നടത്തിയാൽ പൂർണ്ണമായും ഭേദമാക്കാം. അതുകൊണ്ട് ഇവ മൂന്നും ക്യൂറബിൾ ആണ്. അടുത്ത കാറ്റഗറിയിൽ വരുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാക്കുന്നത് വൈറസ് രോഗങ്ങളാണ്. ഇതിൽ ജെനിറ്റൽ വാർട്സ്, ജെനിറ്റൽ ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ് എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ ജെനിറ്റൽ വാർട്ട് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ക്യൂറബിൾ ആണ്. എന്നാൽ ബാക്കിയുള്ള 3 അതായത് ജെനിറ്റൽ ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ് ഇവ ഇൻക്യൂറബിൾ ആണ്. ഇവ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത് അല്ല. മൂന്നാമത്തെ കാറ്റഗറി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാക്കുന്നത് പ്രോട്ടോസോവനാണ്. ഉദാഹരണം ട്രൈക്കോമോണിയാസിസ്. ഇതും കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാം. ഇത് ക്യൂറബിൾ ഡിസീസാണ്. ഈ രോഗങ്ങളെല്ലാം അവയുണ്ടാക്കുന്ന രോഗകാരികളും വ്യക്തമായി പഠിച്ചു വയ്ക്കുക. എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു പ്രധാന കാര്യം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആണല്ലോ. രോഗം വരാതിരിക്കുക എന്നതാണ് ചികിത്സയേക്കാൾ പ്രധാനം. RCH പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യവും ഇതുതന്നെയാണ്. അതായത് STDസിനെ തടയാനും ഇത് വന്നവർക്ക് അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് യഥാസമയം ചികിത്സ നൽകി രോഗമുക്തരാക്കുക എന്നതുമാണ് RCH പ്രോഗ്രാംസിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി എങ്ങനെയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്നുവെന്ന് പഠിക്കാം. STDs ആർ മേജർ ത്രെറ്റ് ടു ദ ഹെൽത്തി സൊസൈറ്റി
and are reported to be very high among persons in the age group of 15 to 24 years. ഇന്ന് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രധാന ദോഷമായി മാറിയിരിക്കുകയാണ്. ഇത് 15 മുതൽ 24 വയസ്സുള്ള ചെറുപ്പക്കാരിലാണ് വളരെ ഉയർന്ന തോതിൽ കാണുന്നത്. Therefore, prevention, early detection and cure are given prime consideration under the Reproductive Healthcare Program RCH. അതുകൊണ്ട് RCH പ്രോഗ്രാമിൻ്റെ മുഖ്യ ലക്ഷ്യം ഇവയെ തടയുക, കണ്ടുപിടിക്കുക, ചികിത്സ നൽകുക ഇവയാണ്. The transmission of STDs, especially hepatitis B and AIDS. എങ്ങനെ STDs ആയ ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ് ഇവ പടരുന്നു എന്ന് പഠിക്കാം. 1. ഷെയറിംഗ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽസ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. രോഗിയായ ഒരു വ്യക്തിക്ക് ഉപയോഗിച്ച ഇഞ്ചക്ഷൻ സൂചിയിലൂടെ രോഗിയല്ലാത്ത ഒരു വ്യക്തിയിലേക്ക് പകരാം. 2. ഷെയറിംഗ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. രോഗിയായ ഒരു വ്യക്തിക്ക് ഉപയോഗിച്ച ഏതെങ്കിലും ശസ്ത്രക്രിയ ഉപകരണങ്ങളിലൂടെ ഇത് പടരാം. 3. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ബ്ലഡ്. രോഗാണുബാധ ഉണ്ടായ രക്തത്തിലൂടെ അല്ലെങ്കിൽ രോഗിയുടെ രക്തം മറ്റൊരാൾക്ക് കൈമാറുന്നതിലൂടെ പടരാം. 4. ഫ്രം ആൻ ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്. രോഗിയായ അമ്മയിൽ നിന്നും അവരുടെ ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പടരാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ദ STDs ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, ജെനിറ്റൽ ഹെർപ്പീസ് ആൻഡ് HIV ഇൻഫെക്ഷൻസ് ആർ ഇൻക്യൂറബിൾ, വൈൽ അതർ ഡിസീസസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഇഫ് ഡിറ്റക്റ്റഡ് early ആൻഡ് ട്രീറ്റഡ് പ്രോപ്പർലി. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയ ഹെപ്പറ്റൈറ്റിസ് ബി, ജെനിറ്റൽ ഹെർപ്പീസ് ആൻഡ് HIV ഇൻഫെക്ഷൻസ് ഇവ ക്യൂറബിൾ അല്ല. ഇവ ഒഴികെയുള്ള ബാക്കി എല്ലാ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസും നേരത്തെ കണ്ടെത്തി യഥാസമയം ചികിത്സ ലഭിച്ചാൽ പൂർണ്ണമായും ഭേദമാകുന്നവയാണ്. ഇനി ഈ രോഗങ്ങളുടെ അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇതിന് പ്രധാനമായും ഏർലി സിംറ്റംസും ലേറ്റർ കോംപ്ലിക്കേറ്റഡ് സിംറ്റംസും ഉണ്ട്. പ്രാഥമിക ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഏർലി സിംറ്റംസ്: ഇച്ചിങ് അതായത് ഗുഹ്യഭാഗത്തെ ശക്തമായ ചൊറിച്ചിൽ, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ദ്രാവകം പുറത്തുവരൽ, സ്ലൈറ്റ് പെയിൻ ആ ഭാഗത്തെ ചെറിയ വേദനകൾ, സ്വെല്ലിങ്സ് വീക്കങ്ങൾ ഇവയൊക്കെയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ഇനി ലേറ്റർ കോംപ്ലിക്കേറ്റഡ് സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് അഥവാ PID, എക്സ്പാൻഷന് ചോദിക്കുന്നതാണ് PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസുകൾ, അതായത് ഗർഭാശയ വീക്കം പോലുള്ള രോഗങ്ങൾ. ഇത് യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, ഓവറീസ്, പെൽവിക് ക്യാവിറ്റി ഇവയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇതുകൂടാതെ അബോർഷൻസ് അഥവാ ഗർഭഛിദ്രം, സ്റ്റിൽ ബർത്ത് അതായത് ചാപിള്ളയുടെ പ്രസവം, അതായത് ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ ഗർഭസ്ഥ ശിശു മരിച്ചു പോകുന്നതാണ് ചാപിള്ള എന്ന് പറയുന്നത്. എക്ടോപിക് പ്രഗ്നൻസി അതായത് ഗർഭാശയത്തിന് വെളിയിൽ ഭ്രൂണം വളരുന്ന ഒരു സങ്കീർണാവസ്ഥയാണ്. അതായത് ഗർഭാശയേതര ഗർഭമെന്ന് പറയുന്നു. ഇത് ഓവറി, ഫെലോപ്പിയൻ ട്യൂബ്, സെർവിക്സ് എന്നീ ഭാഗങ്ങളിൽ സംഭവിക്കാം. ഈ ഭാഗങ്ങളിൽ അപൂർവമായി ഭ്രൂണവളർച്ച കാണാറുണ്ട്. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത, ക്യാൻസർ അഥവാ അർബുദം ഇവയൊക്കെയാണ് പിന്നീടുണ്ടാകുന്ന സങ്കീർണമായ രോഗലക്ഷണങ്ങൾ. ഇനി STDസിനെ എങ്ങനെ തടയാമെന്ന് പഠിക്കാം. അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്.
അപരിചിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. ആൾവേസ് യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. കോയിറ്റസിന് മുൻപ് അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുൻപ് കോണ്ടംസ് ഉപയോഗിക്കുക. ഇൻ കേസ് ഓഫ് ഡൗട്ട് കൺസൾട്ട് എ ക്വാളിഫൈഡ് ഡോക്ടർ ഫോർ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഗെറ്റ് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ്. അഥവാ രോഗലക്ഷണങ്ങളോ സംശയമോ തോന്നിയാൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കണ്ട് ഉപദേശം തേടി ചികിത്സ ആരംഭിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളെ നമുക്ക് തടയാൻ സാധിക്കും. കുട്ടികളെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാന ടോപ്പിക്കായ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയെക്കുറിച്ച് പഠിക്കാം. ഇൻഫെർട്ടിലിറ്റി. Many couples all over the world, including India, are infertile. That is, they are unable to produce children in spite of unprotected sexual cohabitation over 2 years. അതായത് സാധാരണ കോൺട്രസെപ്റ്റീവ്സ് ഒന്നും ഉപയോഗിക്കാതെ തുടർച്ചയായി 2 വർഷത്തോളം സാധാരണ ലൈംഗിക ജീവിതം നയിച്ചതിന് ശേഷവും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എങ്കിൽ അതിനെ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ കാരണമായി പരിഗണിക്കാം. റീസൺസ് ഫോർ ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ വന്ധ്യതയ്ക്ക് പല കാരണങ്ങൾ ഉണ്ട്. ഫിസിക്കൽ, കൺജനീറ്റൽ, ഡിസീസസ്, ഇമ്മ്യൂണോളജിക്കൽ, ഡ്രഗ്സ് ഓർ ഈവൻ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. അതായത് ശാരീരികവും ജന്മനാലുള്ള രോഗങ്ങളും രോഗപ്രതിരോധ ശേഷി കുറവും മരുന്നുകളുടെ ഉപയോഗവും കൂടാതെ മാനസിക പ്രശ്നങ്ങൾ വരെ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയ്ക്ക് കാരണമായി മാറാം. ട്രീറ്റ്മെൻറ്റ്സ്. There are few treatments for infertility. They are collectively called assisted reproductive technologies or ART. ഇന്ന് വന്ധ്യതയ്ക്ക് പല ചികിത്സാ രീതികളുമുണ്ട്. ഇവയെല്ലാം കൂടെ നമ്മൾ സഹായക പ്രത്യുൽപാദന സാങ്കേതിക വിദ്യകൾ അഥവാ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഓർ ART എന്ന് പറയുന്നു. സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സ് ഓർ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് could help in diagnosis and corrective treatment of some of these disorders, which enable this couple to have children. Those special techniques are collectively known as assisted reproductive technologies or ART. ഇൻഫെർട്ടിലിറ്റി ഓവർകം ചെയ്യുന്നതിനായി നമ്മുടെ രാജ്യത്ത് പല ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നു. ഈ ക്ലിനിക്കുകളിൽ വച്ച് ഇത്തരം ജീവിത പങ്കാളികൾക്ക് അല്ലെങ്കിൽ ദമ്പതികൾക്ക് ചികിത്സയിലൂടെ അല്ലെങ്കിൽ നൂതന ART സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കുന്നു. ആ ചാർട്ട് ശ്രദ്ധിക്കുക. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലെ 5 നൂതന സാങ്കേതിക വിദ്യകൾ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. 1. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF. 2. ഗ്യാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ അഥവാ GIFT. 3. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ അഥവാ ICSI. 4. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അഥവാ AI. 5. സറോഗസി. ഇവയെക്കുറിച്ച് ഇനി നമുക്ക് വിശദമായി പഠിക്കാം. ഇനി നമുക്ക് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതാ ചികിത്സയ്ക്കുള്ള അതിനൂതന സാങ്കേതിക വിദ്യകളായ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അഥവാ ARTയെക്കുറിച്ച് വിശദമായി പഠിക്കാം. ARTയിലെ അതിനൂതന സാങ്കേതിക വിദ്യയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ലോകത്താകമാനമായി ഇതിനോടകം 50 ലക്ഷത്തിലധികം ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ജന്മമെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പ്രതിവർഷം 2.5 ലക്ഷത്തോളം ആളുകൾ
ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നത് ഗർഭധാരണം സാധ്യമാകാത്ത സ്ത്രീകളിലാണ്. ഇനി എന്താണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നും അതിൻ്റെ പ്രധാന സ്റ്റെപ്പുകൾ എന്താണെന്നും നമുക്ക് വിശദമായി പഠിക്കാം. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിന് പ്രധാനമായും 2 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഓർ IVF, 2 എംബ്രിയോ ട്രാൻസ്ഫർ അഥവാ ET. ആദ്യമായി എന്താണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഓർ IVF എന്ന് പഠിക്കാം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫെർട്ടിലൈസേഷൻ outside the body in almost similar conditions as that inside the body. അതായത് ശരീരത്തിന് ഉള്ളിലെ കണ്ടീഷൻസ് ആർട്ടിഫിഷ്യലായി സംജാതമാക്കി ശരീരത്തിന് പുറത്തു വച്ച് കൃത്രിമ ബീജസംയോഗം നടത്തുന്ന പ്രക്രിയയാണ് IVF അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഹിയർ ഓവ ഫ്രം ദ വൈഫ് or donor female and sperms from the husband or donor male are collected and are induced to form zygote under aseptic conditions in the laboratory. അതായത് ഭാര്യ അല്ലെങ്കിൽ ദാതാവായ സ്ത്രീയിൽ നിന്ന് സ്വീകരിക്കുന്ന അണ്ഡങ്ങളെയും ഭർത്താവ് അല്ലെങ്കിൽ ദാതാവായ പുരുഷനിൽ നിന്നും സ്വീകരിക്കുന്ന പുംബീജങ്ങളും സംഭരിച്ച് സൂക്ഷിക്കുന്നു. തുടർന്ന് അണുവിമുക്ത ചുറ്റുപാടിൽ ഒരു ലബോറട്ടറിയിൽ വച്ച് ഈ പുംബീജവും അണ്ഡവും തമ്മിൽ കൃത്രിമമായി സംയോജിപ്പിച്ച് സിക്താണ്ഡമുണ്ടാക്കുന്നു. ഈ പ്രക്രിയയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ആ ചാർട്ട് കാണുക. ആ ചാർട്ടിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വിശദമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ഇത് 2 രീതിയിൽ ചെയ്യാം. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഓർ ZIFT, ഇൻട്രാ യൂട്രീൻ ട്രാൻസ്ഫർ ഓർ IUT. എന്താണ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പഠിക്കാം. ദ സൈഗോട്ട് ഓർ എയർലി എംബ്രിയോ അപ് ടു 8 blastomeres which is obtained through in vitro fertilization is transferred directly to the fallopian tube. അതായത് IVFലൂടെ ഉൽപ്പാദിപ്പിച്ച സിക്താണ്ഡത്തിനെയോ അല്ലെങ്കിൽ ആ സിക്താണ്ഡം വിഭജിച്ചുണ്ടായ 8 ബ്ലാസ്റ്റോമിയേഴ്സുള്ള ഭ്രൂണത്തെയോ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഓർ ZIFT. ചിത്രം A കാണുക. രണ്ടാമത്തെ മാർഗമാണ് ഇൻട്രാ യൂട്രീൻ ട്രാൻസ്ഫർ അഥവാ IUT. ഹിയർ ദ എംബ്രിയോ ഒബ്റ്റൈൻഡ് ത്രൂ IVF with more than 8 blastomeres is directly transferred into the uterus. അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലൂടെ ലഭിച്ച ഭ്രൂണം വിഭജിച്ച് 8ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഭ്രൂണമായി മാറിയാൽ അതിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. ഇതാണ് ഇൻട്രാ യൂട്രീൻ ട്രാൻസ്ഫർ അഥവാ IUT. ചിത്രം B കാണുക. അതുകൊണ്ട് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നതിൽ IVFും എംബ്രിയോ ട്രാൻസ്ഫർ മെത്തേഡുകളായ ZIFTയും IUTയും ഉൾപ്പെടുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. IVF ഈസ് യൂസ്ഡ് ഫോർ ദോസ് ഫീമെയിൽസ് ഹൂ കനോട്ട് കൺസീവ്. അതായത് ഗർഭധാരണം സാധ്യമാകാത്ത സ്ത്രീകളിലാണ് IVF നടത്തുന്നത്. ARTയിലെ രണ്ടാമത്തെ ടെക്നോളജിയായ ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ അഥവാ GIFT എന്താണെന്ന് ഇനി വിശദമായി പഠിക്കാം. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഫീമെയിൽ ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ് ഓഫ്
another female who cannot produce ovum, but she can provide a suitable environment for the fertilization and further development of zygote and embryo. അതായത് ദാതാവായ സ്ത്രീയിൽ നിന്നും സ്വീകരിച്ച അണ്ഡത്തിനെ അണ്ഡം ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ സ്വീകർത്താവായ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയ. എന്നാൽ ഈ സ്ത്രീക്ക് ബീജസംയോഗത്തിന് തുടർച്ചയായ ഭ്രൂണ വളർച്ചാഘട്ടങ്ങൾ സുഗമമായി ശരീരത്തിൽ നടത്താനുള്ള ശേഷി ഉണ്ടായിരിക്കും. ആ ചിത്രം കാണുക. ARTയിലെ മൂന്നാമത്തെ ടെക്നോളജിയായ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ അഥവാ ICSI എന്താണെന്ന് ഇനി പരിശോധിക്കാം. എ സ്പേം ഫ്രം മെയിൽ പാർട്ട്ണർ ഈസ് directly injected into the cytoplasm of ovum of the female partner. After fertilization, the embryo is transferred to the uterus. അതായത് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷ പങ്കാളിയിൽ നിന്നും പുംബീജം സംഭരിക്കുന്നു. ഈ പുംബീജത്തിനെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിയുടെ അണ്ഡത്തിൻ്റെ കോശദ്രവത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ബീജസംയോഗത്തിന് ശേഷം അല്ലെങ്കിൽ കൃത്രിമ ബീജസംയോഗത്തിന് ശേഷം ആ ഭ്രൂണത്തിനെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു. ചിത്രം B കാണുക. ഇനി അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അഥവാ ARTയിലെ നാലാമത്തെ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അഥവാ AI എന്താണെന്ന് പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. മലയാളത്തിൽ ഇതിനെ കൃത്രിമ ബീജസങ്കലനം എന്ന് പറയുന്നു. ഹിയർ ദ സെമൻ കളക്റ്റഡ് ഐദർ ഫ്രം ദ ഹസ്ബൻഡ് ഓർ എ ഹെൽത്തി ഡോണർ മെയിൽ which is artificially introduced either into the vagina or into the uterus of the recipient female. This technology is called intrauterine insemination or IUI. അതായത് ഭർത്താവ് അല്ലെങ്കിൽ ആരോഗ്യവാനായ ഒരു പുരുഷനിൽ നിന്നും സെമൻ കളക്ട് ചെയ്യുന്നു. ഈ സെമൻ കൃത്രിമമായി ഭാര്യ അല്ലെങ്കിൽ സ്വീകർത്താവായ സ്ത്രീയുടെ യോനിയിലേക്കോ ഗർഭപാത്രത്തിലേക്കോ പ്രവേശിപ്പിച്ച് കൃത്രിമ ബീജസങ്കലനം നടത്തുന്നു. ഈ പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഈസ് യൂഷ്വലി ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. 1. The inability of the male partner to inseminate the female. അതായത് പുരുഷ പങ്കാളിക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ബീജസങ്കലന ശേഷി ഇല്ലാതാകുമ്പോൾ. 2. Very low sperm count in the ejaculates of male could be corrected by artificial insemination. പുരുഷ പങ്കാളിക്ക് അല്ലെങ്കിൽ ഭർത്താവിന് സെമനിൽ പുംബീജങ്ങളുടെ സംഖ്യ കുറയുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മെത്തേഡ് സ്വീകരിക്കാം. ആ ചിത്രം കാണുക. ആ ചിത്രത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദമാക്കിയിരിക്കുന്നു. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലെ 5ാമത്തെ ടെക്നോളജിയാണ് സറോഗസി. സറോഗസിയെ വാടക ഗർഭധാരണം എന്ന് പറയുന്നു. ഹിയർ എ സറോഗേറ്റ് മദർ ഗിവ് ബർത്ത് എ ചൈൽഡ് ഫോർ എ കപ്പിൾ ബിക്കോസ് വൈഫ് ഈസ് ഇൻഫെർട്ടൈൽ ഓർ അണേബിൾ ടു ക്യാരി. ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിയുടെ ഗർഭപാത്രത്തിന് ഗർഭധാരണ ശേഷിയില്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനെ വാടകയ്ക്ക് ഉപയോഗിക്കാം. സറോഗസി സാധാരണ ഉപയോഗിക്കുന്നത് ഭാര്യയ്ക്ക് വന്ധ്യതാവസ്ഥ ഉള്ളപ്പോഴോ അവരുടെ ഗർഭപാത്രത്തിന് ഗർഭധാരണ ശേഷി ഇല്ലാതിരിക്കുമ്പോഴോ ആണ്. ഡിമെറിറ്റ്സ് ഓഫ് ART. ARTയുടെ ദൂഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. 1. It need extremely high precision handling by specialized professionals. ഉയർന്ന നിലവാരത്തിൽ പരിശീലനം സിദ്ധിച്ചവർ ഈ പ്രക്രിയ ചെയ്യുന്നതിന് അനിവാര്യമാണ്. 2. Expensive instrumentation. ഇതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളും പ്രക്രിയയും വളരെ ചിലവേറിയതാണ്. 3. Only available in very few centers in the country.
നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ ചുരുങ്ങിയ ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്, സോ ബെനിഫിഷ്യൽ ഓൺലി ടു എ ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ. ഈ ടെക്നിക്ക് ചിലവേറിയതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണം ചുരുങ്ങിയ വ്യക്തികൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. 5. ഇമോഷണൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആർ ഓൾസോ ഡിറ്ററൻസ് ഫോർ ദിസ്. ഈ പ്രക്രിയയ്ക്ക് ഇമോഷണൽ, റിലീജിയസ്, സോഷ്യൽ ഘടകങ്ങൾ തടസ്സമാകുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അഡോപ്ഷൻ അഥവാ ദത്തെടുക്കലാണ്. ലീഗൽ അഡോപ്ഷൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ കപ്പിൾസ് ലുക്കിംഗ് ഫോർ പാരൻറ്ഹുഡ്. നിയമപരമായ ദത്തെടുക്കൽ കുഞ്ഞുങ്ങളുണ്ടാകാത്ത ദമ്പതികൾക്ക് ഒരു അനുഗ്രഹമാണ്. ഈ ടേബിളിൽ കുറച്ച് അബ്രീവിയേഷൻസും അവയുടെ എക്സ്പാൻഷൻസും കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പൊതുവെ ചോദിക്കുന്ന ചില അബ്രീവിയേഷൻസ് ആണ്. ഇവയുടെ എക്സ്പാൻഷൻസ് വ്യക്തമായി പഠിച്ച് വയ്ക്കുക. കുറച്ച് അസൈൻമെൻറ്റ്സ് തരാം, ഇത് നോട്ടിൽ എഴുതാൻ മറക്കരുത്. 1. വാട്ട് ഈസ് MTP? കമൻറ്റ് ഓൺ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് മിസ്യൂസസ്. 2. വാട്ട് ആർ STDs? ഗിവ് എക്സാമ്പിൾസ് ഫോർ 2 curable STDs. How can we prevent STDs? 3. How STDs are transmitted? Write 2 early and late symptoms of STDs. 4. What is infertility? How is it corrected? Write any 2 methods used to correct infertility. 5. Briefly explain the steps involved in Test Tube Baby program. 6. Comment on AI, ICSI, GIFT. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത പുതിയ ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.